നമസ്കാരം. പ്രധാന വാർത്തകൾ. ദില്ലി മദ്യനയ കേസ് അരവിന്ദ് കെജ്രിവാളിനെ CBI കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ CBI കസ്റ്റഡിയിൽ. ദില്ലി റൌസ് അവന്യൂ കോടതിയാണ് കെജ്രിവാളിനെ 3 ദിവസത്തേക്ക് CBIയുടെ കസ്റ്റഡിയിൽ വിട്ടത്. 5 ദിവസത്തെ കസ്റ്റഡി CBI ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെയാണ് CBI കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതിനുശേഷമാണ് വൈകിട്ടോടെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഉത്തരവിറക്കിയത്. വോട്ടെടുപ്പ് ആവശ്യപ്പെടാതെ പ്രതിപക്ഷം. ഓം ബിർള വീണ്ടും ലോക്സഭാ സ്പീക്കർ. 18 ലോക്സഭയുടെ സ്പീക്കറായി ഓം ബിർളയെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ച പ്രമേയം സഭ ശബ്ദവോട്ടോടെ പാസ്സാക്കുകയായിരുന്നു. തുടർച്ചയായി 2ാം തവണയാണ് ഓം ബിർളയെ സ്പീക്കറാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പാർലമെന്ററി കാര്യമന്ത്രിയും ചേർന്ന് ഓം ബിർളയെ സ്പീക്കർ ചെയറിലേക്ക് ആനയിച്ചു. പ്രതിപക്ഷം സ്പീക്കർ തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടില്ല എന്നത് ശ്രദ്ധേയമായി. സഖ്യകക്ഷികളുടെ വികാരം കൂടി പരിഗണിച്ചാണ് വോട്ടെടുപ്പ് ആവശ്യപ്പെടാത്തത് എന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു. MV നികേഷ് കുമാർ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക്. മാധ്യമപ്രവർത്തകരും റിപ്പോർട്ടർ TV എഡിറ്റർ ഇൻ ചീഫുമായ MV നികേഷ് കുമാർ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് പ്രത്യേക ക്ഷണിതാവായി ഉൾപ്പെടുത്തും. അടുത്ത സംസ്ഥാന സമിതി യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും. മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി നികേഷ് കുമാർ ഇന്നലെ അറിയിച്ചിരുന്നു. CPM അംഗമായി പൊതുരംഗത്ത് സജീവമാകുമെന്നാണ് നികേഷ് കുമാർ ഇന്നലെ പറഞ്ഞിരുന്നത്. മലപ്പുറത്ത് യുവാവിനെയും 1 വയസ്സുള്ള മകളെയും കാണാനില്ലെന്ന പരാതി. അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം വെളിമുക്ക് പടിക്കൽ സ്വദേശി മുഹമ്മദ് സഫീർ, മകൾ ഇയാന മെഹറിൻ എന്നിവരെയാണ് കാണാതായത്. ചെമ്മാടുള്ള ഭാര്യ വീട്ടിൽ നിന്നാണ് ഇന്നലെ സഫീർ കുഞ്ഞിനെയും കൊണ്ടുപോയത്. പിന്നീട് സഫീറിനെയും കുഞ്ഞിനെയും കുറിച്ച് ഒരു വിവരവുമില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കുടുംബ പ്രശ്നങ്ങൾ ഒന്നുമില്ലായിരുന്നു എന്നാണ് വിവരം. സഫീർ ചെന്നൈയിൽ ബിസിനസ് നടത്തുകയാണ്. കല്യാണത്തിനെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയത്. ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ബന്ധുക്കൾ തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. KSRTC ഡ്രൈവിംഗ് സ്കൂൾ ഫീസ് നിശ്ചയിച്ചു. KSRTC ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വീഡിയോ കോൺഫറൻസിലൂടെയായിരുന്നു ഉദ്ഘാടനം. ആനയറ KSRTC സ്വിഫ്റ്റ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സ്വകാര്യ സ്ഥാപനങ്ങളെക്കാൾ 40% വരെയാണ് KSRTCയിൽ ഇളവ്. കാർ ഡ്രൈവിംഗ് പഠിക്കാൻ 9,000 രൂപയാണ് ഫീസ്. ഇതേ നിരക്കാണ് ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിനും. ഇരുചക്ര വാഹനങ്ങൾക്ക് 3,500 രൂപ. ഗിയർ ഉള്ളതും ഇല്ലാത്തതുമായ 2 വീലറിന് ഒരേ നിരക്കാണ് ഈടാക്കുന്നത്. കാറും ഇരുചക്ര വാഹനവും ചേർത്ത് 11,000 രൂപയ്ക്ക് പ്രത്യേക പാക്കേജുമുണ്ട്. കൃത്യമായ ഷെഡ്യൂൾ അനുസരിച്ചാണ് പരിശീലനം നടത്തുക. KSRTC ഡ്രൈവർമാർക്ക് പരിശീലനം നൽകിയിരുന്നവരാണ് അധ്യാപകർ. സ്ത്രീകൾക്ക് വനിതാ പരിശീലകർ ഉണ്ടാവും. SC ST വിഭാഗത്തിലുള്ളവർക്ക് കുറഞ്ഞ നിരക്കിലാവും പരിശീലനം. ഈ വിഭാഗത്തിലെ കുട്ടികൾക്ക് സൗജന്യമായിരിക്കും. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് വിലവർദ്ധനവും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ നിലനിർത്തണമെന്നുള്ള ആവശ്യവും ഉന്നയിച്ചാണ് സമരം. 140 കിലോമീറ്റർ അധികം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ ഫിറ്റ്നസ് പുതുക്കി നൽകണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു. ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം സമരത്തിന് തീയതി തീരുമാനിക്കുമെന്നും ബസ് ഉടമകളുടെ സംഘടന അറിയിച്ചു. ജില്ലാടിസ്ഥാനത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സ്വകാര്യ ബസ്സുകളുടെ സംഘടന. തുമ്പ കിൻഫ്ര പാർക്കിൽ റെഡിമിക്സ് യൂണിറ്റിൽ പൊട്ടിത്തെറി. യന്ത്രഭാഗങ്ങൾ ജനവാസ മേഖലയിൽ പതിച്ചു. തിരുവനന്തപുരത്തെ തുമ്പ കിൻഫ്ര പാർക്കിൽ റെഡിമിക്സ് യൂണിറ്റിൽ പൊട്ടിത്തെറി. RMC എന്ന റെഡിമിക്സ് കോൺക്രീറ്റ് സ്ഥാപനത്തിന്റെ നിർമ്മാണ പ്ലാന്റിലായിരുന്നു അപകടം. ഫാക്ടറിയിലെ യന്ത്രഭാഗങ്ങൾ തെറിച്ച് ജനവാസ മേഖലയിൽ വീണു. എന്നാൽ അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം. റെഡിമിക്സ് പ്ലാന്റിലെ യന്ത്രഭാഗങ്ങളിലൊന്നിന്റെ മേൽമൂടി അമിത മർദ്ദത്തെ തുടർന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഫാക്ടറിക്ക് സമീപത്തെ 3 നില വീടിന്റെ ജനലിലാണ് യന്ത്രഭാഗം തെറിച്ചു വീണത്. യന്ത്രത്തിന്റെ ഒരു ഭാഗം വീടിന്റെ ജനലിൽ പതിച്ചപ്പോൾ ചില യന്ത്രഭാഗങ്ങൾ പരിസരത്തെ റോഡിലേക്കും വീണു. സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ചില വാഹനങ്ങളിലും കോൺക്രീറ്റ് പൊടി നിറഞ്ഞു. പിന്നാലെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി.
മൊഴിമാറ്റം സമ്മർദ്ദം മൂലം. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് റദ്ദാക്കരുതെന്ന് പോലീസ്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച പോലീസ്. പരാതിക്കാരിയായ യുവതി മൊഴിമാറ്റിയത് പ്രതി രാഹുലിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ നൽകിയ ഹർജി തള്ളണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. യുവതി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് ഭർത്താവായ രാഹുലിനെതിരെ പരാതി നൽകിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ അനുവദിച്ചു. വിതരണം നാളെ മുതൽ. സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഒരു ഗഡുവാണ് നാളെ മുതൽ വിതരണം ചെയ്യുക. 900 കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചിരിക്കുന്നത്. ഇനി 5 മാസത്തെ കുടിശ്ശികയാണ് ബാക്കിയുള്ളത്. 1600 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും പെൻഷൻ വീട്ടിലെത്തിക്കും. തിരുവനന്തപുരത്ത് കൂറ്റൻ ബോർഡ് മറിഞ്ഞു വീണ് അപകടം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കൂറ്റൻ പരസ്യ ബോർഡ് മറിഞ്ഞു വീണ് അപകടം. ദേശീയപാതയ്ക്ക് സമീപം കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലെ കൂറ്റൻ ബോർഡാണ് ശക്തമായ മഴയിലും കാറ്റിലും തകർന്നു വീണത്. സംഭവ സമയം അതുവഴി യാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി.